കുഞ്ഞേമത് പെട്രോൾ പമ്പ് വരെ വെറുതെ വിടുന്നില്ല. AP ഉസ്താദിനെയും സുലൈമാൻ ഉസ്താദിനെയും സമസ്തക്കാരെയും മാത്രമല്ല, പെട്രോൾ പമ്പ് വരെ ഓരോ വണ്ടിക്ക് എണ്ണടിച്ചിന പെട്രോൾ പമ്പ് ഉണ്ടല്ലോ, ഓനെ വരെ വെറുതെ വിടുന്നില്ല. നോക്കുകയാണെങ്കിൽ വെറുതെ അറിയല്ല, അതാ പറയണത്. ഇയാൾ ഏത് പമ്പിന്ന് എണ്ണടിക്കണ അന്തംഗമ്മി? അതാണ് ഇബ്ലീസ് മുസ്ലിയാരായ കാലം ഇതാണ്. ഇബ്ലീസ് മുസ്ലിയാരായ കാലം ഇതാണ്. എന്താ ചെയ്യാ? ശരിയാണോ പറഞ്ഞത്? ഇപ്പോ സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുമ്പോ നമ്മളാ നിലമ്പൂര് ഭാഗത്തുള്ള മറ്റാളുണ്ടല്ലോ, പാരാ മൂപ്പര് വലിയ അതബില് വെറും കാട്ടിക്കൂട്ടലിന്റെ ആശാന. ഇതൊക്കെ വല്ലാത്തൊരു മോയം തന്നെയാണ് ചങ്ങായേ, വല്ലാത്തൊരു സംഗതി തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവരൊക്കെ മനസ്സിലാക്കാൻ സമയം വൈകിയിട്ടുണ്ട് കേട്ടോ. കാരണം കൂറ്റമ്പാറ ഉസ്താദിനെ സംബന്ധിച്ചാണ് ഇപ്പം ഈ ഹൈവാനി പറയുന്നത്. കൂറ്റമ്പാറ ഉസ്താദ് സുലൈമാൻ ഉസ്താദ് പരിപാടിയിലേക്ക് കയറി വന്നപ്പോൾ, സുലൈമാൻ ഉസ്താദ് വന്ന സമയത്ത് കൂറ്റമ്പാറ ഉസ്താദിൻ്റെ പ്രസംഗം നിർത്തി സുലൈമാൻ ഉസ്താദിനെ അവിടെ സ്വീകരിച്ചിരുത്തി. സുലൈമാൻ ഉസ്താദിനെ അവിടെ സ്വീകരിച്ചിരുത്തി. അങ്ങനെ ഞങ്ങളെ നേതാക്കന്മാർ ചെയ്യും, അതിന് ഇജ്ജെന്താ തേങ്ങായി മെനക്കെട്ടിട്ട് കാര്യം? എന്നിട്ട് അത് പറയപ്പോൾ അതാണിപ്പോൾ പറയണത്. അഥവാ ആ പരിപാടിയിൽ കൂറ്റമ്പാറ ഉസ്താദ് ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ അതിൻ്റെ ഇടയിലാണ് സുലൈമാൻ ഉസ്താദ് വരുന്നത്. സുലൈമാൻ ഉസ്താദ് വന്നപ്പോൾ പ്രസംഗം നിർത്തി കൂറ്റമ്പാറ ഉസ്താദിന് എന്ത് ചെയ്തു? തവാളോടുക്കനെ കൊടുന്ന് കയറി അവിടെ കയറ്റിയിരുത്തി. അത് ഞങ്ങളെ നേതാക്കന്മാർ ചെയ്യാതിരിക്കുമോ? ഞങ്ങളെ നേതാക്കന്മാർ അങ്ങനെ പല തവാളും ചെയ്യും, പല കാര്യങ്ങളും ചെയ്യും. ഞങ്ങളെ നേതാക്കന്മാരെ കയ്യിലാണ് പ്ലെയിന്, അതേമാതിരി തീവണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ തടുക്കുക, അതൊന്നും ഞങ്ങൾ പറയലില്ല. അതിൻ്റെ ഒക്കെ ആൾക്കാർ ജന്നെയാണ്. അതിൻ്റെ ഒക്കെ ആൾക്കാർ ജന്നെ. ഇന്നിപ്പോൾ എൻ്റെ വേറൊരു പാട്ടുകാരൻ പാടുന്നത് കേട്ടു, കടലിനെ കരയാക്കി മറിച്ചു, കരയെ കടയാക്കി മറിച്ചു മടവൂര് എന്ന് പറഞ്ഞിട്ട്. എവിടെ ആക്കിയത് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷെ അങ്ങനെ ഓരോന്നും ഉള്ളതും ഇല്ലാത്തതും പറയാം. അവരെ സംബന്ധിച്ച് ഒരുപാട് കറാമത്ത് ഉള്ളതന്നെ ഒരുപാട് പറയാനുണ്ട്. പിന്നെ ഇല്ലാത്ത കറാമത്ത് എന്തിനാ അവർ കൂട്ടിച്ചേർത്ത് നുണ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ഭരിച്ചിരുന്നതാവും? എന്തിനാ അതിൻ്റെ ആവശ്യം? ഉള്ള കറാമത്തിന് ഒരുപാട് പറയാല്ലേ. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേട്ടില്ല നിങ്ങൾ? ഇവനീ പറയണത് ആരെ അറിയോ? കൂറ്റമ്പാറ ഉസ്താദിനെയാണ് ഈ പറയണത്. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഇവരുടെ പ്രസംഗം ഇവർ വേറൊന്ന് പറയുന്നുണ്ട്, അതും കൂടി ഒന്ന് കേട്ടു നോക്കുക. ചൊറിച്ചല് മശായിഖന്മാരെ അടുത്തേക്ക്, മശായിഖന്മാരെ മക്കളടുത്തേക്ക് വന്നാൽ മാന്തി പൊളിക്കും ഞങ്ങൾ. ഓർമ്മ ഉണ്ടായിക്കോട്ടെ, മര്യാദക്ക് നിൽക്കുക. എന്താ ബനി പറയണത്? ആരാ ഇവരുടെ അടുത്തേക്ക് ചൊറിയാൻ ചെല്ലണത്? എടാ കുഞ്ഞേമതേ, ഞങ്ങളെ നേതാക്കന്മാരിൽപ്പെട്ട ഒരൊറ്റ നേതാവ് ജി കടന്ന് അലറുണ്ടല്ലോ, ജി കടന്ന് ചീർന്നുണ്ടല്ലോ, അതിനാരെങ്കിലും മറുപടി പറയലുണ്ടടാ? എൻ്റെ പ്രസംഗമോ അല്ലെങ്കിൽ എൻ്റെ നൗഷാദിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഷെയ്ഖിൻ്റെ പരിപാടി ഞങ്ങളെ നേതാക്കന്മാരാരും ഇതുവരെ കേൾക്കാൻ നിൽക്കലില്ല, കേട്ടിട്ടുമില്ല. മനസ്സിലായി എനിക്ക്? ഞങ്ങളെ പോലത്തെ കുട്ടികൾ അവിടെയും ഇവിടെയും നിന്നിട്ട് എൻ്റെ ഈ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ ഞങ്ങൾക്ക് ചിരി വരികയാണ്. ഇപ്പം ഇജ്ജി പ്രസംഗിച്ചത് ഞങ്ങളെ നേതാക്കന്മാർക്കെതിരെ കുതിര കയറാൻ വന്ന മാന്തി പൊളിക്കും ഞങ്ങൾ നിന്ന് ആര് പറഞ്ഞതാ? ഞങ്ങളെ പോലത്തെ യൂട്യൂബ് പറഞ്ഞിട്ടാണ് ഇതൊരു സ്റ്റേജ് കെട്ടിയിട്ട് മറുപടി പറയണതില്ലേ? പൊട്ട അന്തം വേണം. എന്നിട്ട് അതിനോ കടന്ന് ചാകുക, ഭയങ്കര ചാകര്. എന്താലേ ഇപ്പൊ ഞങ്ങൾ പറയുന്നല്ലോ AP സമസ്ത കള്ളശരീഅത്തുവാദികൾ എന്ന് പറഞ്ഞ എല്ലാരും അങ്ങനെയെന്നാ? ഇല്ല, അതിൽ നല്ല നല്ല മനുഷ്യന്മാരുണ്ട്. നല്ല മനുഷ്യന്മാരതിന് ഒഴിവാണ്. AP സമസ്ത കള്ളശരീഅത്തുവാദികൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്ന് നല്ല ആൾക്കാർ വേറെ ഉണ്ടോ? അത് ശരി, അങ്ങനെ ഉണ്ടല്ലേ? AP സമസ്ത കള്ളശരീഅത്തുവാദികൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പം അതിൽ നല്ല ആൾക്കാരുണ്ടോ? അപ്പം ഇജ്ജല്ല അതിൻ്റെ മുന്നേ പറഞ്ഞത് അതിൻ്റെ മേലേ തല മുതൽ അതിൻ്റെ താഴേ തല വരെ ശരിയല്ല എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പം എങ്ങനെ നല്ല ആൾക്കാരും ഉണ്ടായില്ലേ? എങ്ങനെ പതാവോ? വല്ലാത്തൊരു കഥ തന്നെ എൻ്റെ കഥ കേട്ടോ. ഇതിൻ്റെ മുന്നേ ദിവസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞേ, AP സമസ്തയുടെ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ
99.4% 99 കള്ളന്മാരാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ പറയണത് അതിൽ നല്ല ആൾക്കാരും ഉണ്ട്. എന്നാൽ എനക്കൊന്ന് വെളിപ്പെടുത്തച്ച് ആരൊക്കെ ഇപ്പം ഇജ്ജ് കരുതിയ നല്ല ആൾക്കാർ, ഇജ്ജ് കരുതിയ നല്ല ആൾക്കാരാ ഓം ആദ്യം ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ പറഞ്ഞത് പിന്നെ നല്ല ആൾക്കാരുണ്ട്. ഇനി അതിൻ്റെ മുന്നേ പറഞ്ഞൊന്ന് കേട്ടോക്കാണ്. ഫുള്ള് കള്ളന്മാരാണ് പറയുന്നത്. നിങ്ങളെ നേതാക്കന്മാര് കള്ളന്മാരാണ്. ദജ്ജാലുന കദ്ദാബൂൻ. നിങ്ങളെ മുശാവറയുടെ പരമോന്നത നേതൃത്വം മുതൽ താഴെ തട്ടുവരെയുള്ള 99.9% കള്ളന്മാരാണ്. ദജ്ജാലുന കദ്ദാബൂൻ. കേട്ടില്ലേ? അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ ദജ്ജാലൂന കദ്ദാബൂനാണ്, കള്ളന്മാരാണ്. അതോ ഓൻ്റെ ഉസ്താദ് പെട്ട്, ഓൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദ് പെട്ട്, ഓൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദ് പെട്ട്, ഓലൊക്കെ അതിലേതിലാണ്? AP വിഭാഗത്തിലാണ്. ഇവൻ്റെ ഉസ്താദുമാർ, ഇവൻ്റെ മദ്രസ പഠിപ്പിച്ച ഉസ്താദുമാർ, ഇവനെ അലിഫ് പഠിപ്പിച്ച ഉസ്താദുമാർ, ഇവനെ മദ്രസ പഠിപ്പിച്ച ഉസ്താദുമാർ, ദർസ് പഠിപ്പിച്ച ഉസ്താദുമാർ, ഇവരൊക്കെ AP വിഭാഗത്തിലാണ്. മാത്രല്ല അവൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദോ അവരും AP വിഭാഗത്തിൽ, അവരെ ഉസ്താദോ അവരുസ്താദും AP വിഭാഗത്തിൽ. അങ്ങനെ ഇവൻ്റെ ഈ കുഞ്ഞേമീൻ്റെ ഈ പരമചട്ടൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദ് അടക്കം AP വിഭാഗത്തിലാണ്. അങ്ങനത്തെ ഈ ഉസ്താദുമാരെയാണ് അതിൻ്റെ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ 99.4% കള്ളന്മാരാണ് എന്ന് പറഞ്ഞ ഈ ദജ്ജാൽ അവസാന കാലഘട്ടങ്ങളിൽ മൂല്യമാര കോലത്തിൽ ഇബിലീസ് വരും എന്ന് പറഞ്ഞ ഈ ഇബിലീസ്. ഞാൻ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്വന്തം ഉസ്താദിനപ്പുറത്ത് വേറെ ഒരു ഷെയ്ഖും ഇല്ല. അവൻ്റെ എല്ലാ നിലക്കുള്ള ഷെയ്ഖും ആരാണെന്ന് മനസ്സിലാക്കണം. അവൻ്റെ ഉസ്താദാണ്. അവൻ്റെ ഏറ്റവും വലിയ ഷെയ്ഖ്. അവൻ്റെ ശരീഅത്ത് പരമായിക്കൊണ്ടുള്ള ഷെയ്ഖ് അവൻ്റെ ഉസ്താദാണ്. പിന്നെ ആത്മീയപരമായിക്കൊണ്ട് ഏതെങ്കിലും ഒരു ഷെയ്ഖിനെ നമുക്ക് പിടിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമല്ല. ഏതെങ്കിലും ഒരു ഷെയ്ഖിനെ, നല്ലൊരു ശരിയായിട്ടുള്ള ഷെയ്ഖിനെ നമ്മൾ പിടിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമല്ല. അത് എഴുതിയിട്ട് ഓതി പഠിപ്പിച്ച ഉസ്താദുമാരെ കള്ളന്മാരാണ് എന്നും അവർ വിഡ്ഢികളാണെന്നും അവർക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നടന്നാൽ അത് ഇബിലീസിനെ പോലും നാണിപ്പിച്ചു പോകും. ഇബിലീസിന് പോലും അത് വിഷമായിട്ട് വരും. കാരണം ഇബിലീസ് ചിന്തിക്കും, പടച്ചോനെ എൻ്റെ മേലെ പോയോ. ഇബിലീസാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ ഇബിലീസ് ശൈത്താൻ. ആ ഇബിലീസ് ചിന്തിച്ചു പോകും. ഇവൻ്റെ ഈ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഇബിലീസ് വരെ നാണിച്ചു പോകും. ഇവൻ എൻ്റെ മേലെ പോയോ, ഇവൻ എൻ്റെ ജ്യേഷ്ഠനായി പോയോ, ഇവൻ എൻ്റെ മേലെ കടന്നു പോയല്ലോ റബ്ബേ, എങ്ങനെങ്കിലും അവൻ്റെ മേലെ നിൽക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ഇബിലീസ് വരെ ചിന്തിച്ചു പോകും. ഇവൻ്റെ സംസാരം അങ്ങനെയാണ്. കേട്ടില്ല നിങ്ങൾ? അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ മുഴുവനും കള്ളന്മാരാണ്. ആരെ പറ്റിയിട്ടാണ് ഈ നമുക്ക് പറയുന്ന കാര്യങ്ങൾ? വലിയ വലിയ തസവുഫിലും പിന്നെ ഫിഖ്ഹിലും സൂഫീസത്തിലും എല്ലാ നിലക്കും വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരെ അവരെ ഈ പറയുന്നത്. ഇവന് സ്വന്തം 8-10 കൊല്ലം ഓതിക്കൊടുത്ത ഉസ്താദിനടക്കം പെട്ടില്ലേ? ആ ഉസ്താദ് അടക്കം എവിടെയുള്ളത്? AP സമസ്തയിലല്ലേ ഉള്ളത്. ആ ഉസ്താദിൻ്റെ ഉസ്താദോ AP സമസ്തയിലല്ലേ ഉള്ളത്. അവരുടെ പരമ്പരകളൊക്കെ എവിടെ ഉള്ളത്? AP വിഭാഗത്തിലല്ലേ ഉള്ളത്. എന്നാൽ ഇവൻ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ചപ്പോൾ അവിടെ പഠിപ്പിച്ച ഉസ്താദുമാരോ അവരൊക്കെ AP വിഭാഗത്തിലായിരുന്നു. ഇവനും അങ്ങനെ തന്നെയായിരുന്നു പോന്നിരുന്നത്. പക്ഷേ ഇവനെ ഇബിലീസിന് കിട്ടി. ഇബിലീസിൻ്റെ കെണിയിൽ ഇവൻ പെട്ടുപോയി. ഇവൻ പെട്ടപ്പോൾ ഇബിലീസിന് വല്ലാത്ത സന്തോഷമായി. പക്ഷേ ഇബിലീസ് ഇപ്പോൾ തോറ്റെടുക്കുകയാണ്. ഇബിലീസ് ഇപ്പോൾ ഇവനെ കൊണ്ട് തോറ്റെടുക്കുകയാണ്. ഇബിലീസിൻ്റെ മേലെ ഇബിലീസ് ഇങ്ങനെ ചിന്തിക്കുക, പഠിച്ചവൻ ഏറ്റവും വലിയ ജ്യേഷ്ഠൻ ഞാനായിരുന്നു, എൻ്റെയും മേലെ ഒരു ജ്യേഷ്ഠൻ വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് എന്ന് പടച്ചോനോട് പറഞ്ഞു ദ്വാരക്കനുണ്ടാവും. ഇവൻ എൻ്റെ മേലെ പോയല്ലോ എന്നുള്ള ഖേദം ചിലപ്പോൾ ഇബിലീസ് അള്ളാഹിനോട് പറയുന്നുണ്ടാവും. എത്രയോ നല്ല മനുഷ്യന്മാർ AP സമസ്തയിലുണ്ട്. നിഷ്കളങ്കരായ പ്രവർത്തകരുണ്ട്, പാവങ്ങളുണ്ട്. അപ്പൊ AP സമസ്ത എന്ന് പറയുമ്പോ അവര് കള്ളശരീഅത്തുവാദികളാണ്, അവർ നവവഹാബികളാണ് എന്ന് നമ്മൾ പറയുമ്പോ അത്തരം വാദമില്ലാത്ത ആളുകളൊക്കെ ഇന്ന് ഒഴിവാണ്.
എന്നാ എനക്കൊരു വർത്താനം കേൾക്കണോ? ആ വാദമില്ലാത്ത ഒറ്റൊന്ന് കാന്തപുരം വിഭാഗത്തിലില്ല, AP സമസ്തയിലില്ല. കള്ളന്മാരെ കള്ളന്മാരാണ് എന്ന് പറയാൻ ചങ്കൂറ്റമുള്ളവരാണ് കാന്തപുരം വിഭാഗത്തിലുള്ളത്. നിങ്ങൾ കള്ളന്മാരാണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ചങ്കൂറ്റമുണ്ട്, തെളിവുമുണ്ട്. അതുപോലെ തന്നെ കള്ളന്മാരുള്ളതിൽ കള്ളന്മാരാണ് എന്ന് പറയാൻ ഒരാളെ മുന്നിലും മുട്ടുമടക്കേണ്ടി വരില്ല കാന്തപുരം വിഭാഗത്തിന്. കാരണം അവർ തുറന്നു പറയും. ഇജന്തി അതിൽ നല്ല ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇജുദ്ദേശിച്ചത് അനക്ക് താങ്ങണ ആൾക്കാരുണ്ട് എന്നോ? ഒരൊറ്റൊന്നില്ല മോനെ, ഒരൊറ്റൊന്നില്ല. എല്ലാവരും ഉസ്താദിനെ അംഗീകരിച്ചു പോകുന്ന ആളുകളാണോ? ഞങ്ങളെ നേതൃത്വം എന്തു പറയുന്നു അത് ഞങ്ങൾ അപ്പടി അംഗീകരിക്കും. ഹാഫിലിനെ ഞങ്ങൾ അങ്ങനെ കൊണ്ടു നടന്നിരുന്നു. ഹാഫിലിനോട് ഞങ്ങൾ വല്ലാത്ത സ്നേഹമായിരുന്നു, കൈപിടിച്ചു മുത്തിയിരുന്നു. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടില്ലെങ്കിൽ അത് വല്ലാത്ത മനസ്സിന് ദുഃഖമായിരുന്നൊരു സമയമുണ്ടായിരുന്നു. അറിയാനക്ക് നീയൊക്കെ അതിൽ പോയി പെടുന്നതിൻ്റെ മുമ്പ് എന്നെ പോലത്തെ പല ആളുകളും അദ്ദേഹത്തിൻ്റെ കൈമുത്താനും പിടിച്ചു പറിക്കാനും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ നേതൃത്വം എടുത്തെറിയണം അവനെ. വേറൊരു ഹാഫിൽ വേണ്ട. അല്ലാഹു ഖൈറുൻ ഹാഫിലൻ വഹുവ അർഹമുർ റഹീമീൻ. ഞങ്ങളെ പേരോട് ഉസ്താദ് ഒരൊറ്റ വർത്താനം പറയലോടുകൂടെ അന്നൊക്കെ വിഷമമുണ്ടായിരുന്നു. എത്രത്തോളൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് ചെറിയൊരു വിഷമം പേരോട് ഉസ്താദിനോട് തോന്നിയിരുന്നു. പക്ഷേ പേരോട് ഉസ്താദ് അന്നാ പറഞ്ഞത് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. കുപ്പിക്കാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. പേരോട് ഉസ്താദ് ഒരു വലിയ വലിയാണ് എന്ന് അപ്പോഴാണ് ബോധ്യപ്പെട്ടത്. പേരോട് ഉസ്താദ് അന്ന് മനസ്സിലാക്കി പോയി.